50 വയസ്സ് അത് വെറുമൊരു നമ്പറല്ല. അത് ജീവിതം നിങ്ങളെ പലതും പഠിപ്പിച്ചിട്ടുള്ള നഷ്ടങ്ങളും നേട്ടങ്ങളും ഒരുമിച്ച് ചുമന്നിട്ടുള്ള ഒരു വലിയ കാലഘട്ടമാണ്. ആ ഒരു കാലത്തിലേക്ക് കടക്കുമ്പോൾ ശരീരവും മനസ്സും ജീവിതവും എല്ലാം മാറിത്തുടങ്ങും. പക്ഷേ ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ ഈ 50കളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ഒരുപാട് പ്രായാധിക്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങൾ 50 കഴിഞ്ഞവരാണോ, അല്ലെങ്കിൽ 50ലേക്ക് അടുത്തവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50കൾക്ക് ശേഷം ഞാൻ പറയുന്ന ഈ 7 തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. അത് സ്വയം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, വിലയിരുത്തണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലാദ്യത്തേത്, ഇനി പ്രായമായി എന്ന് സ്വയം വിശ്വസിക്കുന്നതാണ്. 50 വയസ്സായി എന്ന ചിന്ത പലരുടെയും ജീവിതത്തിൽ ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇനി എന്തിനാണ് ജീവിച്ചിട്ട്, ഇനി എന്ത് സന്തോഷം, ഇനിയെല്ലാം കഴിഞ്ഞു, ഇങ്ങനെ ഒരുതരം നിരാശാബോധം നിങ്ങളുടെ മനസ്സിനെ പതുക്കെ പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 50 വയസ്സ് എന്നത് ഒരു അവസാനമല്ല. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ പലതും കണ്ടു, പല നഷ്ടങ്ങൾ അനുഭവിച്ചു, വേദനകളും കുറേയധികം പരാജയങ്ങളും പാഠങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അത് നിങ്ങളെ ദുർബലരാക്കിയിട്ടില്ല, അത് നിങ്ങളെ പക്വതയുള്ളവരാണ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ വ്യക്തതയോടെ കാണാൻ സാധിക്കും. എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും തീരുമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടാകേണ്ടത്. പണ്ടെങ്ങനെയാണ്, കുടുംബം, കുട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ പലതും നിങ്ങളിൽ കെട്ടുപിണഞ്ഞു കിടന്നിരുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ വളർന്ന് അവർ അവരുടെ ജീവിതമൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം ഇപ്പോൾ നിങ്ങളെ കുറച്ചുകൂടി സ്വതന്ത്രരായി ജീവിക്കാൻ അനുവദിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് വയസ്സായി എന്നുള്ള ആവർത്തിച്ചുള്ള ചിന്തകൾ നിങ്ങളെ കൂടുതൽ വയസ്സരാക്കുകയുള്ളൂ. ഞാനിപ്പോൾ ചെറുപ്പമാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ എനിക്ക് നടക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ചിലർ 50കൾ കഴിയുമ്പോൾ കടും നിറങ്ങളിൽ നിന്ന് ലൈറ്റ് കളേഴ്സിലേക്ക് മാറും. മുടി കറുപ്പിക്കാതെയാകും, സ്കിൻ കെയർ ചെയ്യാതെയാകും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടാകും. പക്ഷേ പുറമെ ഇങ്ങനെയൊരു ജീവിതം നയിക്കും. എന്തിനാണ്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ മാറ്റിവെക്കരുത്. പ്രായമായി എന്ന തോന്നലെടുത്ത് നിങ്ങൾ ദൂരേക്ക് കളയുക. ആ ചിന്ത 50ന് ശേഷം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും തകർത്ത് കളയുന്ന ഒരു വലിയ തെറ്റാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ശരീരത്തിലെ മാറ്റങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നതാണ്. 50 കഴിഞ്ഞാൽ ശരീരം നമ്മോട് ചെറിയ ചെറിയ ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങും. മുട്ടുവേദന, പുറം വേദന, പെട്ടെന്ന് ക്ഷീണം, ഉറക്കം നഷ്ടപ്പെടുക, സ്കിൻ വരണ്ടു പോവുക, ഇവയെല്ലാം ശരീരം നമ്മോട് സംസാരിക്കുന്ന ചില സിഗ്നലുകളാണ്. പക്ഷേ അപ്പോൾ പല സ്ത്രീകളും എന്താണ് ചെയ്യുന്നത്? ഇത് പ്രായം കൊണ്ടല്ലേ, അത് വലിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം അവഗണിച്ച് കടന്നു പോകും. പണ്ട് നമ്മൾ ശരീരത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ സമയമെടുത്തില്ല, എല്ലാവർക്കും വേണ്ടി ഓടി, സ്വന്തം ശരീരം പിന്നിലാക്കി. പക്ഷേ 50 കഴിഞ്ഞാൽ ശരീരത്തെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് ഒരു ചെറിയ തെറ്റല്ല. അത് നാളെ വലിയ വേദനകൾക്ക് വാതിൽ തുറക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, സംരക്ഷിക്കുവാനാണ് അത് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോഴാണ് ശരീരത്തോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറേണ്ട സമയം. വിശ്രമം വേണ്ടപ്പോൾ വിശ്രമം കൊടുക്കുക, ആക്റ്റീവ് ആവേണ്ട സമയത്ത് ആക്റ്റീവ് ആകുക, ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഡോക്ടറെ കാണേണ്ട സമയത്ത് ഡോക്ടറെ കാണുക. ഡോക്ടറെ കാണുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടിയാണ്. 50 കഴിഞ്ഞ സ്ത്രീകൾ ദുർബലരല്ല, അവർക്ക് കെയറാണ് ആവശ്യം.
അതുകൊണ്ട് ശരീരം തരുന്ന സിഗ്നലുകളെ അവഗണിക്കരുത്. അത് വലിയൊരു തെറ്റാണ്. ശരീരം നിങ്ങൾക്കിനി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയായിട്ട് മാറുന്നതാണ്. അടുത്ത മറ്റൊരു തെറ്റ്, ഇനി എന്തിനാണ് സൺസ്ക്രീൻ, അല്ലെങ്കിൽ ഇനി എന്തിനാണ് സ്കിൻ കെയർ എന്ന് കരുതി അതൊക്കെ വേണ്ട എന്ന് വെക്കുന്നതാണ്. 50 കഴിഞ്ഞാൽ പല സ്ത്രീകളും ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കും. അതിനിടയിൽ ഏറ്റവും ആദ്യം ഉപേക്ഷിക്കുന്ന ഒന്നാണ് ഈ സ്കിൻ കെയറിൻ്റെ കാര്യം. പുറത്തേക്കൊക്കെ പോകുവാണെങ്കിൽ ഇനി എന്തിനാണ് സൺസ്ക്രീൻ, ഇനി എന്ത് സൗന്ദര്യം, അതെല്ലാം പോയില്ലേ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സ്കിൻ കെയർ അങ്ങ് പാടെ ഉപേക്ഷിച്ച് കളയും. പക്ഷേ 50 കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്കിൻ കെയർ ഉപേക്ഷിക്കരുത്. ഒരുപക്ഷെ ഈ സമയത്താണ് സ്കിൻ കെയർ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കാരണം ഈ ഒരു സമയത്ത് സ്കിൻ കൂടുതൽ ഫ്രജൈലാകുന്നു. അതായത് സ്കിൻ കൂടുതൽ കരുതൽ ആവശ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ UV റേസ് വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കാം. പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, റിങ്കിൾസ്, സാഗിങ് ഇതെല്ലാം ഈ സമയത്ത് കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബ്യൂട്ടിക്ക് വേണ്ടി മാത്രമല്ല, അത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു സംരക്ഷണ കവചം കൂടിയാണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുട എടുത്തു പോകുന്നത് പോലെ തന്നെ സ്കിന്നിനും ഒരു സംരക്ഷണം വേണം. അതുകൊണ്ട് നിങ്ങൾ 50 കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ ഇനി സൺസ്ക്രീൻ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. സ്കിൻ കെയർ വളരെയധികം ആവശ്യമാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു സൺസ്ക്രീൻ എങ്കിലും ഉപയോഗിച്ചിരിക്കണം. അത് നിങ്ങളുടെ സ്കിന്നിനെ ഇനിയും ആരോഗ്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ്. 50 കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പ്രോട്ടീനാണ്. പക്ഷേ പല സ്ത്രീകളും കുറച്ച് കഴിച്ചാൽ മതി എന്ന് കരുതി പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാറാണുള്ളത്. ദിവസേന ഒരു മുട്ട, പാല് അല്ലെങ്കിൽ തൈര്, ചെറുപയർ, കടല പോലുള്ള പയർവർഗ്ഗങ്ങൾ, അല്പം നിലക്കടല, അതേപോലെ തന്നെ ആഴ്ചയിൽ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ മീൻ, ഇതൊക്കെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പ്രോട്ടീൻ സോഴ്സുകളാണ്. ശരിയായ അളവിൽ പ്രോട്ടീൻ കിട്ടുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ശക്തി, ഒരു സ്ട്രെങ്ത് നമുക്ക് നിലനിർത്താൻ സാധിക്കും. മസിൽ കുറയുന്നത് നമുക്ക് തടയാൻ സാധിക്കും. 50 കഴിഞ്ഞ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുൻപോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നതാണ്. ഭക്ഷണം വയറ് നിറയ്ക്കാൻ മാത്രമല്ല, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി കൂടിയാണ്. 50 കഴിഞ്ഞ് ജീവിതം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് നല്ല ഭക്ഷണങ്ങളാണ്. ഇനി 5-മത്തെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത് വ്യായാമം ചെയ്യാതിരിക്കുന്നതാണ്. 50 കഴിഞ്ഞാൽ ഇനി നടക്കാൻ വയ്യ, ഇനി എക്സർസൈസ് വേണ്ട എന്ന് കരുതി ശരീരചലനം നിർത്തുന്നവരാണ് പലരും. പക്ഷേ ഈ പ്രായത്തിൽ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള മരുന്ന് ചലനം തന്നെയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം ആവശ്യമാണ്. ദിവസേന കുറച്ച് നടക്കൽ, ലളിതമായ സ്ട്രെച്ചിങ്, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ഇവയൊക്കെ ജോയിൻസിനെ വളരെ സജീവമായി നിലനിർത്തുകയും മസിൽ സ്ട്രെങ്ത് നിലനിർത്തുകയും മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യും. 50 കഴിഞ്ഞാൽ റെഗുലർ മൂവ്മെൻ്റാണ് ശരീരത്തെ യുവത്വത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിലും പതിയെ നടക്കാതിരിക്കുക, കുറച്ച് സ്പീഡിൽ നടക്കാനായിട്ട് ശ്രമിക്കുക. പതിയെ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നും എനിക്ക് വയ്യ എന്ന്, എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിയില്ല എന്ന്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. അങ്ങനെ കുറച്ച് സ്പീഡിൽ പതിയെ ഒന്ന് നടക്കാനായിട്ട് ശീലിക്കുക. അപ്പോൾ വ്യായാമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരിക്കലും നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ഇനി 6-മത്തെ വളരെ വലിയൊരു തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. 50 കഴിഞ്ഞിട്ടും പല സ്ത്രീകളും സ്വന്തം സന്തോഷം പിന്നെ നോക്കാം എന്ന ലിസ്റ്റിലേക്കാണ് മാറ്റുന്നത്. കുടുംബം, കുട്ടികൾ, ചുറ്റുപാടുകൾ എല്ലാം മുൻപിലും സ്വന്തം ആഗ്രഹങ്ങൾ പിന്നിലുമാകും. പക്ഷേ ഈ കാലഘട്ടം തന്നെയാണ് നിങ്ങളോട് ജീവിതം ചോദിക്കുന്നത്, നിനക്ക് സന്തോഷം തരുന്നത് എന്താണ് എന്നുള്ളത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, മനസ്സിന് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിന് സമയം കണ്ടെത്തുക എന്നതാണ്. ഇതൊന്നും സ്വാർത്ഥതയല്ല. 50 കഴിഞ്ഞാൽ സ്വന്തം സന്തോഷത്തെ അവഗണിക്കുന്നത് ജീവിതത്തിൻ്റെ നിറം മങ്ങിക്കുന്ന ഒരു വലിയ തെറ്റാണ്. അതുകൊണ്ട് പണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. അതൊരു പക്ഷേ പെയിൻറ്റിങ് ആകാം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്നതാകാം, സംഗീതം പഠിക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം. മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ ഈ ലോകത്ത് നമുക്ക് അവകാശമുണ്ട്.
ഇനി ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത് സഹായം ചോദിക്കാൻ മടിക്കുക എന്നുള്ളതാണ്. 50 കഴിഞ്ഞ സ്ത്രീകൾ പലരും ശക്തരായി തോന്നണമെന്ന ചിന്തയിൽ എല്ലാം ഒറ്റയ്ക്ക് സഹിക്കാൻ ശ്രമിക്കും. ശരീരവേദനയായാലും മാനസിക സമ്മർദ്ദമായാലും എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് സഹായം ചോദിക്കാതിരിക്കുക പതിവാണ്. പക്ഷേ സഹായം ചോദിക്കുന്നത് ഒരു ദൗർബല്യമല്ല, അത് ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ശക്തമായ ഒരു മാനസികാവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുവാനും ഒരു സുഹൃത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ആവശ്യമെങ്കിൽ ഒരു മെൻ്റൽ ഹെൽപ്പ് സ്വീകരിക്കുവാനും പഠിക്കുമ്പോൾ ജീവിതം കൂടുതൽ ലഘുവാകും, വളരെ ലൈറ്റായി മാറും. 50 കഴിഞ്ഞാൽ സഹായം ചോദിക്കാതിരിക്കുകയല്ല, സഹായം സ്വീകരിക്കാൻ പഠിക്കാതിരിക്കുക തന്നെയാണ് വളരെ വലിയൊരു തെറ്റ്. മാനസിക ബുദ്ധിമുട്ടും മാനസിക പിരിമുറുക്കവും ഒക്കെ ആർക്കാണ് വരാത്തത്? പക്ഷേ അത് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മാറി നിൽക്കരുത്. മാനസികമായിട്ടുള്ള കരുത്തെന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അവഗണിച്ചു പോയത് എന്ന്. കാരണം ഇവ വലിയ തെറ്റുകളായിട്ടൊന്നും തോന്നണമെന്നില്ല, പക്ഷേ വളരെ നിശബ്ദമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവ ഓരോന്നും. 50 കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് കൂടുതൽ ശ്രദ്ധയും കൂടുതൽ കരുതലും ആവശ്യമുള്ള പുതിയൊരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഇനി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷത്തിനെയും പിന്നിലേക്ക് ഒരിക്കലും മാറ്റിവെക്കരുത്. ഇന്ന് ചെറിയ മാറ്റങ്ങൾ തുടങ്ങുമ്പോൾ വരാനിരിക്കുന്ന വർഷങ്ങൾ കൂടുതൽ ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.